ഹേയ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ ഒരു വ്ളോഗ് നമ്മുടെ ഒരു അവൈറ്റഡ് വീഡിയോ ആണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന് അങ്ങനെ നമ്മൾ കോട്ടയത്തൊക്കെ പോകാൻ വേണ്ടി കസിൻസിനെ കാണാൻ വേണ്ടിയിട്ടും ചിറ്റേനെ കാണാൻ വേണ്ടിയിട്ടൊക്കെ പ്ലാൻ ചെയ്ത് കിരൺ കുറേ ദിവസമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക നമുക്ക് കോട്ടയത്ത് പോകണമെന്ന്. അങ്ങനെ നമ്മളത് ആ കോട്ടയത്തേക്ക് ഇറങ്ങുകയാണ് കാണുന്നത്. വി ആർ ഓഫ് ടു കോട്ടയം. അപ്പോൾ ഒരു 7 മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മളൊരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയപ്പോൾ സുക്കുമി വിശക്കണമെന്ന് കുറേ നേരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കിരൺ പറയണത് എന്താ വേണ്ടതെന്ന് വെച്ചപ്പോൾ പൊറോട്ടയും ചിക്കനും വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മളൊരു തട്ടുകടയിലാണ് കയറിയത്. ഒരു കുഞ്ഞി കടയായിരുന്നു. അപ്പോൾ അവിടെ കയറിയപ്പോൾ നമ്മൾ പൊറോട്ടയും ചിക്കനും വാങ്ങിച്ചു. ചിക്കൻ 65 ആയിരുന്നു. പിന്നെ ഞാനൊരു കട്ടൻ ചായ വാങ്ങിച്ച് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങി. അപ്പോൾ നമ്മൾ അവർക്ക് വീട്ടിലേക്ക് കൊടുക്കാൻ വേണ്ടി ഒരു കേക്കൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ കയറിയത്. ക്രിസ്മസ് ഒക്കെ അല്ലേ വരണം. അപ്പോൾ നമുക്ക് ഒരു കേക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കാമെന്നുള്ള രീതിയിൽ നമ്മൾ കേക്കൊക്കെ വാങ്ങാൻ വേണ്ടി കയറിയപ്പോഴേക്കും സുക്കുമ്മി അവിടെ ചോക്ലേറ്റ് കണ്ടുപിടിച്ച് എന്നിട്ട് പറഞ്ഞ് എനിക്ക് ചുപ്പാ ചിപ്സ് മതിയെന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിച്ചിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന അഭ്യാസങ്ങളാണ് ഈ കാണുന്നത്. കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾക്ക് മതിയായി, പുളിക്കാനുണ്ടായത് നന്നായിട്ട്. അപ്പോൾ എനിക്ക് വേണ്ടാന്നുള്ള രീതിയിൽ നൈസായിട്ട് അതിനങ്ങോട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് സുക്കുമ്മി. കഴിക്കണില്ല, അതിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ കടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ കേക്കൊക്കെ വാങ്ങിച്ച് പാക്ക് ചെയ്ത് എടുത്തിട്ട് നമ്മൾ ഇറങ്ങിയായിരുന്നു. അപ്പോൾ സുക്കുമിക്ക് പിന്നെ എന്തൊക്കെയോ വേണം. അപ്പോൾ അവിടെ തന്നെ നിൽക്കാനാണ് കാണുന്നത്. അങ്ങനെ വീടിനടുത്തേക്ക് എത്താറായിട്ടുണ്ട്. നമ്മൾ ഒരു പാലം കടന്നു കഴിഞ്ഞാൽ അപ്പുറത്ത് നമ്മുടെ കോട്ടയം ഡിസ്ട്രിക്റ്റാണ്. എറണാകുളം ഡിസ്ട്രിക്റ്റിനെ കോട്ടയം ഡിസ്ട്രിക്റ്റിനെ കണക്ട് ചെയ്യുന്നൊരു പാലം കഴിഞ്ഞിട്ട് നമ്മൾ അപ്പുറത്തേക്ക് കടന്നു കഴിയുമ്പോൾ അവരുടെ വീടെത്തുന്ന വഴി. അപ്പോൾ നമ്മളാണെന്നുണ്ടെങ്കിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ 2 സൈഡിലും റബ്ബർ തോട്ടങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾക്കതൊക്കെ മിസ്സായി. നമ്മൾ രാത്രി പോയതുകൊണ്ട് നമുക്കൊന്നും കാണാൻ പറ്റിയില്ല കറക്റ്റായിട്ട്. കാരണം ഇരുട്ടായിരുന്നു ഫുള്ള്. പിന്നെ ചെറിയ മഴയും ഉണ്ടായിരുന്നു. പക്ഷെ നല്ലൊരു അടിപൊളി ക്ലൈമറ്റായിരുന്നു. എന്നുവെച്ചാൽ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റിയൊരു മൂഡായിരുന്നു ആ ഒരു ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ. കാരണം ചെറിയൊരു മഴയും തണുപ്പും ഫുൾ സൈഡിൽ അപ്പുറപ്പുറം കാടും ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ ഒരു ബൈക്ക് റൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ സൈഡിലൊക്കെ നമ്മുടെ സൈൻ ബോർഡൊക്കെ ഉണ്ട്, കോട്ടയം പിറവം എന്നൊക്കെ എഴുതിയിട്ട്. പക്ഷെ നമ്മൾക്ക് അതൊന്നും കാണാൻ പറ്റുള്ള ഇരുട്ടാണ് ഫുള്ള്. വീഡിയോയിൽ അത് കിട്ടുന്നില്ല. അതാ നമ്മൾ ഈ പറഞ്ഞ പാലത്തിൽ ഇപ്പോൾ എത്തി. ഇനി ഈ ബ്രിഡ്ജ് കടന്ന് അപ്പുറത്തെത്തുമ്പോഴേക്കും നമ്മൾക്ക് കോട്ടയം ഡിസ്ട്രിക്റ്റാണ്. ഇതിൻ്റെ താഴെ കൂടി ഒഴുകിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ മൂവാറ്റുപുഴയാറാണ്. പക്ഷെ അതൊന്നും കാണാൻ പറ്റുള്ളതായി കാണുന്നതാണ് നമ്മുടെ പുഴയാണ്. ഭയങ്കര വലിയ പുഴയാണ്. നമ്മളെപ്പോഴും വന്ന് കഴിയുമ്പോൾ കുളിക്കാനൊക്കെ പോണ സ്ഥലമാണത്. അങ്ങനെ നമ്മളതാ ഉള്ള വഴിയിലേക്ക് കയറിയപ്പോൾ വെള്ളൂർ ഗ്രാമപഞ്ചായത്ത് സ്വാഗതം എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. വെള്ളൂരാണ് അവരുടെ പ്രോപ്പർ സ്ഥലം. അപ്പോൾ നമ്മൾ പോകുന്ന വഴിയിൽ ലൈറ്റൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് കറക്റ്റായിട്ട് കാണാൻ പറ്റുള്ള രാത്രി ആയതുകൊണ്ട്. നമ്മളിപ്പുറത്തേക്ക് എത്തിയപ്പോഴേക്കും നല്ല മഴയൊക്കെ പെയ്തിട്ട് തണുപ്പും ആ ഒരു രാത്രിയിലത്തെ ഒരു ചെറിയൊരു ഫോഗും ഈ ഒരു മൂടൊക്കെ അടിപൊളിയായിരുന്നു. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന നമ്മുടെ വീണ്ടും പുഴയാണ് കേട്ടോ. അതിൻ്റെ സൈഡിൽ കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പകലാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അതിൻ്റെ സൈഡിലും വീടുകളൊക്കെ ഉണ്ട്, ആളുകളൊക്കെ താമസിക്കുന്ന സ്ഥലമാണ്. അങ്ങനെ നമ്മൾ റെയിൽവേ ഓവർ ബ്രിഡ്ജിൻ്റെ താഴെ എത്തി. അപ്പോൾ നമ്മളെ കോട്ടയം റൂട്ടാണ്, റെയിൽവേ പോകുന്ന വഴിയുടെ താഴെ കൂടിയാണ് നമ്മൾ പോണത്. ആ അടുത്ത സ്റ്റേഷൻ്റെ പേര് പിറവം റോഡ് എന്നുള്ള സ്റ്റേഷനാണ് ഈ അടുത്തുള്ള സ്റ്റേഷൻ. ഇനി നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ് വേറെ ലെവൽ ഐറ്റം എന്ന് വെച്ചാൽ നമ്മൾ കാട് എന്ന് പറഞ്ഞാൽ കാടിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ന്യൂസ് പ്രിൻറ്റിൻ്റെ ഏരിയയാണ് ഈ സ്ഥലങ്ങളെല്ലാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ആളുകൾ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇതിനിടയിൽ ക്വാർട്ടേഴ്സ് ഉണ്ട്. പക്ഷേ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മാത്രമേ ഉള്ളൂ ഈ റൂട്ടിൽ. ഇത്രയും സമയം ഒരു 8 മണി സമയമൊക്കെ ആയി നമ്മൾ മാത്രം ഒറ്റയ്ക്കിനെ ബൈക്കിന് പോയിക്കൊണ്ടിരിക്കണം. എനിക്കാണെന്നുണ്ടെങ്കിൽ
കണ്ടിട്ട് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉണ്ട്, വീഡിയോ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ചെറുതായിട്ടൊരു പേടിയൊക്കെ ആവുന്നുണ്ട്. പക്ഷെ എന്നാലും കിരണും സുക്കുമ്മിയാണെന്നുണ്ടെങ്കിലും വേറൊരു വൈബിലായിരുന്നു, എൻജോയ്മെൻറ്റ് വൈബിലായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ ആ ഒരു ഇതിൽ തന്നെ അങ്ങോട്ട് മറന്നു പോയി എന്നാണ് പറയാനായിട്ട്. അങ്ങനെ നമ്മൾ ഫൈനലി ഇതാ ന്യൂസ് പ്രിൻറ്റിൻ്റെ ഫ്രണ്ടിലെത്തി. നമ്മളൊരു 15 മിനിറ്റോളം കാട്ടിക്കൂടെ തന്നെ ഓടിച്ച് വന്നിട്ടാണ് നമ്മളിതാ ഇപ്പോൾ ന്യൂസ് പ്രിൻറ്റിൻ്റെ ഫ്രണ്ടിലെത്തിയിരിക്കുകയാണ്. നമ്മൾ ഇതിലേ അല്ല ശരിക്കും പോകേണ്ടത്. ഇതിലെ പോകേണ്ട കാര്യം എന്നത് നമ്മൾ വഴിയെ കാണിച്ചു തരാം. ന്യൂസ് പ്രിൻറ്റിൻ്റെ ഏരിയയും ഒത്തിരി സ്ഥലങ്ങളുണ്ട് കേട്ടോ. ഇതുപോലെ തന്നെ ഇങ്ങനെ കവർ ചെയ്ത് കിടക്കുകയാണ്. അങ്ങനെ നമ്മൾ പോകുമ്പോൾ ഈ കാണുന്നതാണ് പോലീസ് സ്റ്റേഷൻ. ഈ കാണുന്ന സ്ഥലങ്ങളെല്ലാം ഈ കാടിൻ്റെ ഉള്ളിൽ തന്നെയാണ്. അതിൻ്റെ അടുത്തൊരു ഫയർ സ്റ്റേഷൻ ഉണ്ടായിരുന്നു, പിന്നെ ആളുകൾ താമസിക്കുന്ന ക്വാർട്ടേഴ്സ് ഉണ്ടായിരുന്നു, പിന്നെ ഒരു ബേക്കോയും ഉണ്ട് ആ കാടിനടുക്ക്. അവിടെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇപ്പം മനസ്സിലായില്ലേ നമ്മളെന്താ റൂട്ട് മാറി വന്നതിൻ്റെ കാരണം. ഇനി നമ്മൾ ഡയറക്റ്റ് വീട്ടിലേക്കാണ് പോകുന്നത്. നമ്മൾ ഏകദേശം ഇപ്പോൾ എത്താറായി. ഇതുപോലെ ഒരു കുന്നിൻ്റെ മേലിലാണ് വീട്. അപ്പോൾ ഇങ്ങനെ ഹൈറ്റിലേക്ക് നമ്മളിങ്ങനെ കുറച്ച് കയറി പോകണം. ഈ കാണുന്നതാണ് വഴി. ഇല്ലടാ വലിയ വഴി. അങ്ങനെ സമയം ഒരു 8:15 കഴിഞ്ഞ് 8:30 ആവാറായി. അപ്പം നമ്മളതാ എത്തി ഗൈസ്. എന്താ സാധനം തവളയാണോ ചേട്ടൻ? മേഘുവിൻ്റെ പട്ടിക്കുട്ടികളൊക്കെ കിടന്ന് കരയുന്നുണ്ട്. നമ്മൾ വന്ന വണ്ടിയുടെ ശബ്ദം കേട്ടപ്പോൾ. അപ്പോഴേക്കും ചിറ്റ അവിടെ നിന്ന് ഇറങ്ങി വന്ന് ഞങ്ങളെ വണ്ടിയുടെ ശബ്ദം കണ്ടപ്പോൾ. കാരണം ഇവന്മാരും കിടന്ന് ഭയങ്കര ബഹളമായിരുന്നു പട്ടിക്കുട്ടികൾ. വരൂ. Hi guys. We have a gift for you guys. വാവേ ഗിഫ്റ്റ് ഇത് കൊടുക്ക്, കേക്ക് കൊടുക്ക്. മേഘക്കും നീരകം കൊടുക്കണം. എന്നാ ഞാൻ തരാം. തടി വെച്ചുള്ള Thank you guys. Thank you. എല്ലാ വർത്താനം അതിന്റെ സൗണ്ട് ശരിക്കും ചെറിയ മറ്റേ ഇതുപോലെ തലയില് അങ്ങനെ നമ്മൾ ഡിന്നർ കഴിക്കുന്നത് സജ്ജിച്ചിട്ട് നമ്മൾക്ക് ചിക്കൻ കറിയും ചപ്പാത്തിയും ചോറ് മോര് കൂട്ടാനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഞാൻ കഴിച്ചത് ചപ്പാത്തിയും ചിക്കൻ ഫ്രൈയും ചിക്കൻ കറിയായിരുന്നു. അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആയിക്കോട്ടെ. അപ്പോൾ സുക്കുമിക്ക് സ്ലീപ്പിംഗ് ടൈമായി. സുക്കുമി ഉറങ്ങി. അപ്പോൾ നമ്മൾ ഈ ഒരു നൈറ്റ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മളിനിപ്പോൾ നാളെ വേറെ പ്ലാനിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ടാറ്റ ബൈ ബൈ.